ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയെ വിളിച്ച് ആൾക്കാർ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന കാര്യമെല്ലാം പറയുകയാണ് ആതിര. തുടർന്ന് ആതിരയോട് ധനപാലൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറയുകയാണ് അർച്ചന. നിങ്ങൾക്ക് എത്ര പണം തരാനുണ്ടെങ്കിലും നാളെ ഞാൻ നിങ്ങൾക്ക് പണം തരും, നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് അർച്ചന പറയുമ്പോൾ ധനപാലൻ ചോദിക്കുകയാണ്, നീയും ഇവൻ്റെ അനിയത്തി തന്നെയല്ലേ, ഞാൻ എന്ത് വിശ്വസിക്കാനാ? നിങ്ങൾ നെല്ലിശ്ശേരിയെന്ന് കേട്ടിട്ടുണ്ടോ? അത് സേതുമാധവൻ സാറിൻ്റെ അതെ, സേതുമാധവൻ സാറിൻ്റെ മകൻ്റെ ഭാര്യയാണ് ഞാൻ. നിങ്ങളുടെ പണം ഞാൻ എന്താണെങ്കിലും നാളെ രാവിലെ തന്നെ എത്തിച്ചിരിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ ശരി മേഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ധനപാലൻ. തുടർന്ന് അനൂപിൻ്റെ അടുത്തേക്ക് ചെന്ന് ധനപാലൻ പറയുകയാണ്, ആ കൊച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിനക്ക് ഇന്നൊരു ദിവസം കൂടി അവധി തരികയാണ്. അത് ആ കൊച്ചിലുള്ള വിശ്വാസം കൊണ്ടല്ല, നെല്ലിശ്ശേരി എന്ന് കേട്ടതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നാളെ രാവിലെ ഈ സമയം ഞാൻ വരാമെന്ന് പറഞ്ഞ് ധനപാലൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന. അതേസമയം സച്ചി അർച്ചനയുടെ അടുത്തേക്ക് വരികയും ഓഫീസ് ജോലി കാരണം താൻ മടുത്തെന്നും നിർത്തി വീട്ടിലിരുന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അർച്ചന അതൊന്നും കേൾക്കുന്നില്ല. എടോ, ഞാൻ തന്നോടാ സംസാരിക്കുന്നത്, താൻ എന്താ കേൾക്കുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ എന്താ പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുന്നു. കൊള്ളാം, ഞാൻ വന്ന് എത്ര നേരമായി, തന്നോട് ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അപ്പോൾ താനൊന്നും കേട്ടില്ലേ? എന്താ തൻ്റെ മുഖത്തൊരു വിഷമം പോലെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അർച്ചന പറയുന്നു. ഒന്നുമില്ലെങ്കിൽ താൻ ചെന്ന് എനിക്കൊരു ബ്ലാക്ക് കോഫി എടുത്തിട്ട് വാന്ന് സച്ചി പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് പോവുകയാണ് അർച്ചന. അതേസമയം അർച്ചനയുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. ആതിരയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സച്ചി ഫോൺ എടുക്കുമ്പോൾ ആതിര പറയുകയാണ്, ചേച്ചി നാളത്തെ കാര്യം എങ്ങനെയാ? ചേച്ചി സച്ചിയേട്ടനോട് ചോദിക്കില്ലെന്നറിയാം, നാളെ അയാൾക്ക് 9 ലക്ഷം രൂപ കൊടുക്കേണ്ടതല്ലേ? ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാ അയാൾ നാളെ ഒരു ദിവസത്തേക്ക് കൂടി അവധി തന്നത്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ചേച്ചി എന്നൊക്കെ ആതിര പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. തുടർന്ന് ഒന്നും പറയാതെ സച്ചി കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അർച്ചനയെ മാത്രം നമ്പിയിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും നമ്മൾ വേറെ എന്തെങ്കിലും വഴി കൂടി കാണണമെന്നും മീര പറയുകയാണ്. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോട് പറയുകയാണ്, ചേച്ചി ഒന്ന് ഏറ്റിട്ടുണ്ടെങ്കിലേ അത് ചെയ്തിരിക്കും. നിന്റെ ചേച്ചിയുടെ വാക്കിനെ കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട, അല്ലെങ്കിലേ നീ ഇപ്പോൾ സന്ദീപിന്റെ ഭാര്യയായിട്ട് അവിടെ നെല്ലിശ്ശേരി കഴിഞ്ഞേനെയെന്ന് മീര പറയുമ്പോൾ കമല പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മോളെ വിശ്വാസമാണ്. അവളുടെ കൈ പണമില്ലെങ്കിലും അവൾ സച്ചിയുടെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങി പണം കൊണ്ടു തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. തുടർന്ന് മീര പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം, നമുക്ക് അവന്തികയെ വിളിച്ച് കാര്യം പറയാം. അവന്തിക നമ്മൾ പറഞ്ഞാൽ എന്താണെങ്കിലും അത് തള്ളിക്കളയില്ല. നാളെ രാവിലെ തന്നെ കാശുമായിട്ട് എത്തുകയും ചെയ്യും. ഞാൻ എന്താണെങ്കിലും അവന്തികയെ വിളിക്കാൻ പോവുകയാണെന്ന് മീര പറയുമ്പോൾ അനൂപ് പറയുകയാണ്, അത് വേണ്ട. സച്ചിയും അർച്ചനയും പോലെയല്ല അവന്തിക. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മളുടെ ഒപ്പം ചേർന്ന് നിൽക്കേണ്ടവരാ അർച്ചനയും സച്ചിയും. എന്നാൽ ഈ കാര്യത്തിൽ അവന്തികയെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ല, അങ്ങനെ ഇവിടെ ചെയ്യേണ്ട ആവശ്യവുമില്ലെന്ന് അനൂപ് ദേഷ്യത്തോട് പറയുകയാണ്. പിന്നെ അർച്ചന അത് കൊടുത്തു തീർത്താലും ആ കടം എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞെന്ന് ഞാൻ കരുതില്ല. അർച്ചനയ്ക്ക് ആ 9 ലക്ഷം 1 രൂപ പോലും കുറയാതെ ഞാൻ കൊടുത്തിരിക്കും. അത്രയും പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോകുന്നു. തുടർന്ന് മീര പറയുകയാണ്, എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലായി, ഈ വീട്ടിലെ അവസാനത്തെ ഉറക്കമായി ഇന്ന്. എല്ലാവരും എല്ലാം വാരിക്കെട്ടി വെച്ചോ, നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതാ. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ മീരയും അകത്തേക്ക് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയോട് പൈസയുടെ കാര്യം ചോദിക്കാൻ മടിയോടെ ഒരു പരിഭ്രാന്തിയോടെ നടക്കുകയാണ് അർച്ചന. അതേസമയം ഓഫീസിലെ എന്തൊക്കെയോ ഫയലുകൾ നോക്കുകയാണ് സച്ചി. ഈശ്വര, സച്ചിയേട്ടൻ ഇതുവരെ പോയില്ലല്ലോ. സച്ചിയേട്ടൻ പോകാതെ ഞാൻ എങ്ങനെയാ വീട്ടിലേക്ക് പോവുക? തുടർന്ന് സച്ചിയോട് ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പോകുന്നില്ലെന്നും നമുക്കിന്ന് കറങ്ങാൻ പോകാമെന്നും സച്ചി പറയുന്നു. അത് പിന്നെ സച്ചിയേട്ടാ, എനിക്കിന്നൊരു മൂഡില്ല, നമുക്ക് നാളെ പോകാം. ഇന്ന് എന്താണെങ്കിലും സച്ചിയേട്ടൻ ഓഫീസിലേക്ക് പോകാൻ നോക്കാൻ അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, തന്നെ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാ, തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, താനായിട്ട് പറയുന്നുമില്ല. സച്ചിയേട്ടൻ പറഞ്ഞത് ശരിയാ, എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിപ്പോൾ എനിക്ക് നേരിടാൻ സാധിക്കും. എനിക്ക് പറ്റില്ലെന്നുള്ള അവസ്ഥ വരുമ്പോൾ ഞാൻ സച്ചിയേട്ടനെ അറിയിക്കാം. ഇപ്പോൾ സച്ചിയേട്ടൻ എന്താണെങ്കിലും കുളിച്ച് ഓഫീസിലേക്ക് പോകാൻ നോക്കെന്ന് പറഞ്ഞ് സച്ചിയെ വാഷ്റൂമിലേക്ക് കയറ്റുകയാണ് അർച്ചന. തുടർന്ന് സച്ചി കയറി കഴിയുമ്പോൾ തൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്ത് കയ്യിലേക്ക് വെച്ച് നോക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്.